രഞ്ജി ട്രോഫി ഫൈനലിൽ ചരിത്ര നേട്ടം ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും. ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും സ്ഥിരത പുലർത്തുന്ന ടീമുകളിലൊന്നായി വിദർഭയ്ക്കെതിരെയാണ് കേരളത്തിന്റെ പോരാട്ടം. ആദ്യ കിരീടമെന്ന ചരിത്ര നേട്ടം ലക്ഷ്യമിട്ടാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിനിറങ്ങുന്നത്. കഴിഞ്ഞ തവണ ഫൈനലിൽ മുംബൈയോട് കൈവിട്ട കിരീടം തേടിയാണ് വിദർഭയുടെ വരവ്. ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാതെത്തിയ ടീമുകളാണ് രണ്ടും. ഫൈനലിൽ കേരളം കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ച ടീമിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ വരുത്താനിടയില്ല. പിച്ചിലെ സാഹചര്യങ്ങളനുസരിച്ച് ഏതാനും മാറ്റങ്ങൾക്ക് മാത്രമാണ് സാധ്യത. സൽമാൻ നിസാറും മുഹമ്മദ് അസ്റുദ്ദീനും ജലജ് സക്സേനയും അടക്കമുള്ള മധ്യനിരയും വാലറ്റവും മികച്ച ഫോമിലാണ്. മുൻനിര കൂടി ഫോമിലേക്ക് ഉയർന്നാൽ കേരളത്തിന്റെ ബാറ്റിംഗ് നിര അതിശക്തമാകും. കഴിഞ്ഞ മത്സരത്തിലൂടെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും ഫോമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. I think we are working really hard towards lifting the trophy. Every player is working really hard, and I see that there are very high chances that we will win this trophy. I am very hopeful. ബൌളിംഗിൽ നിധീഷും ജലജ് സക്സേനയും ആദിത്യ സർവാഡയുമാണ് കേരളത്തിന്റെ കരുത്ത്. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയമാണ് മത്സരത്തിന്റെ വേദി. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യവുമായി ഇറങ്ങുന്ന വിദർഭ കേരളത്തിന് കടുത്ത എതിരാളികളാണ്. 2018-ലും 19-ലും കപ്പുയർത്തിയ വിദർഭ കഴിഞ്ഞ വർഷം റണ്ണേഴ്സപ്പുമായി. യഷ് റാഥോഡ്, ഹർഷ് ദുബൈ, അക്ഷയ് വാഡ്കർ, അഥർവ ടൈഡെ, കരുൺ നായർ തുടങ്ങിയ പ്രതിഭകളുടെ നീണ്ട നിര തന്നെയുണ്ട് വിദർഭ ടീമിൽ. ഇരു ടീമുകളും നേർക്കുനേരെത്തുമ്പോൾ കൗതുകകരമായ മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. സീസണിൽ ഇതുവരെ 3 സെഞ്ചുറികളടക്കം 642 റൺസുമായി വിദർഭയുടെ ബാറ്റിംഗ് കരുത്തായ കരുൺ നായർ മലയാളിയാണ്. മറുവശത്ത് വിദർഭയുടെ ഇതിനു മുമ്പുള്ള 2 കിരീട നേട്ടങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ആദിത്യ സർവോഡെ കേരള നിരയിലുമുണ്ട്. എന്നാൽ രഞ്ജി ട്രോഫി നോക്കൌട്ടിൽ വിദർഭയോട് കേരളത്തിന്റെ റെക്കോർഡ് മികച്ചതല്ല. 2017-18 വിദർഭയോട് ക്വാർട്ടറിൽ തോറ്റുപുറത്തായ കേരളം അടുത്ത വർഷം സെമിയിലും തോൽവി വഴങ്ങി. അതിനു മറുപടി നൽകാനുള്ള അവസരം കൂടിയാണ് ഇത്തവണത്തെ ഫൈനൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV.